നമുക്ക് ഇന്ന് കുറച്ച് മൈക്രോ ഗ്രീൻസ് ഉണ്ടാക്കാൻ നോക്കാം. അതിൽ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള നടലാണ് കേട്ടോ ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഇത് നടാൻ വേണ്ടിയിട്ട് മൈക്രോ ഗ്രീൻസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സെറ്റ് ട്രേ എടുക്കണം. ഒരു സെറ്റ് ട്രേ എന്ന് പറയുമ്പോൾ 2 എണ്ണം വരും. അതിൽ ഒന്നിൽ ഡ്രെയിനേജ് ഹോൾസ് ഉള്ളതും ഒന്ന് ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്തതും. ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ട്രേയിലാണ് നമ്മൾ ചകിരിച്ചോറ് നിരത്തി കൊടുക്കേണ്ടത്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ട്രേയുടെ സൈസ് എന്ന് പറഞ്ഞാൽ 10 ഇഞ്ച് വീതിയും 20 ഇഞ്ച് നീളവും ഉള്ളതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ ഡ്രെയിനേജ് ഹോൾസ് ഉള്ള ട്രേയിൽ നമ്മുടെ കൊയർപ്പേത്ത് നന്നായിട്ട് കുതിർത്ത കൊയർപ്പേത്ത് നിരത്തി കൊടുക്കും. ഒരു 1/4 ഭാഗം വരെ, അതായത് ഹൈറ്റ് ഒരു 1/4 ഭാഗത്തോളം നിൽക്കണം. ട്രേയുടെ 1/4 ഭാഗത്തോളം നിൽക്കണം ഈ ചകിരിച്ചോറിൻ്റെ ഹൈറ്റ്. ആ ഒരു തിക്നെസ്സിൽ നമ്മൾ ഇതെല്ലാം നിരത്തിയിട്ട് നന്നായിട്ട് കൈകൊണ്ട് അമർത്തി കൊടുക്കണം. അമർത്തി ഇതൊന്ന് സെറ്റാക്കണം. സെറ്റാക്കിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുക, ഈ മൈക്രോ ഗ്രീൻസിന് വേണ്ടി പ്രത്യേകം പാക്കറ്റിലാക്കി വരുന്ന വിത്ത് ഇതിൽ നമ്മൾ പാകി കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ചുമന്ന റാഡിഷിൻ്റെ സീഡ്സാണ്. അപ്പോൾ അത് നല്ല ഏകദേശം ഒരുപോലെ വീഴാൻ കണക്കിന് നമ്മൾ ഇതിൽ വിതറി കൊടുക്കണം. വിതറി അപ്പോൾ ഈ ഒരു ട്രേക്ക് അളവ് നമ്മൾ പറയണത് 2 ടേബിൾ സ്പൂൺ വിത്താണ്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ വിത്ത് നമ്മളിതിൽ ഏകദേശം ഒരു ലെവൽ കണക്കാക്കിയിട്ട്, അതായത് എല്ലാം കൂടി നിൽക്കാത്ത രീതിയിൽ വിതറി കൊടുക്കണം. അതിന് ശേഷം നന്നായിട്ട് ഒന്ന് നനച്ചതിന് ശേഷം എന്ത് ചെയ്യണം, ഈ ഡ്രെയിനേജ് ഹോൾസ് ഇല്ലാത്ത ട്രേ ഉണ്ടല്ലോ, ആ ട്രേ എടുത്ത് ഇതിൻ്റെ മുകളിൽ വെക്കുക. മുകളിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് പ്രസ് ചെയ്യുക. പ്രസ് ചെയ്തിട്ട് ഇത് മാറ്റി വയ്ക്കുക. അതിന് ശേഷം ഒരു വെയിറ്റ്, അതിപ്പോൾ നല്ല കനമുള്ളൊരു ബുക്കോ അല്ലാന്നുണ്ടെങ്കിൽ ഏതെങ്കിലും സാധനങ്ങൾ, ഇപ്പം ഞാനിവിടെ ആട്ടപ്പൊടിയാണ് എടുത്തത്. 2 കിലോ, ഓരോ കിലോൻ്റെ 2 പാക്കറ്റ് ആകുമ്പോൾ 2 കിലോ ആയി. ഇതിന് പകരം ബുക്സ് വെച്ചാലും മതി കേട്ടോ. ഏകദേശം ഒരു 2-3 കിലോ ഭാരം അതിന് മുകളിൽ വരാൻ കണക്കിന് എന്തെങ്കിലും സാധനങ്ങൾ വയ്ക്കുക. എന്നിട്ട് നമ്മളത് മാറ്റി വയ്ക്കുക. ഇനി ഒരു 3-4 ദിവസം അങ്ങനെ ഇരിക്കട്ടെ. ഇതാണ് 1ാം ഘട്ടം. ഈ ഘട്ടത്തിൽ നമ്മൾ 2 ദിവസം കൂടുമ്പോൾ ഒന്ന് പൊക്കി നോക്കിയിട്ട് നനവില്ല എന്ന് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് ഒരു സ്പ്രേ കൊടുത്ത് നിർത്തുക. ഇനി 2ാം ഘട്ടം എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത പാർട്ടിൽ കാണും കേട്ടോ.